എല്ലാവർക്കും നമസ്കാരം. SP4ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലോട്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ മത്സരമായ നമ്മുടെ RCB വേഴ്സസ് KKR തമ്മിലുള്ള മത്സരത്തിന്റെ പ്രിവ്യൂസും പ്രഡിക്ഷൻസും ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ മത്സരം നടക്കുന്നത് വെള്ളിയാഴ്ച കൃത്യം 7:30 കേട്ടോ മത്സരം നടക്കുന്നത്. മറ്റെവിടെയല്ല, നമ്മുടെ ബാംഗ്ലൂരിന്റെ ഹോം ഗ്രൗണ്ടായ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. അപ്പോൾ ഈ ഒരു മത്സരത്തിന്റെ ഡീറ്റെയിൽസ് നോക്കുന്നതിന് മുന്നേ ഇതുവരെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കയറി ഒന്ന് ടെലിഗ്രാം ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യേണ്ട ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ട് മറക്കാതെ തന്നെ ഒന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ മത്സരത്തിലോട്ട് തിരിച്ചു വരാം. നമ്മുടെ ചിന്നസ്വാമി സ്റ്റേഡിയം ബാംഗ്ലൂരിന്റെ ഹോം ഗ്രൗണ്ടിലാണ് 10ാമത്തെ IPL മത്സരമാണ്. 7:30 നടക്കുന്നത്. ടോസ് 7 മണിക്കാണ്. എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഈ ഒരു പിച്ചിനെ പറ്റി പറയുന്ന സമയത്ത് ഈ ഒരു പിച്ച് ബാറ്റിംഗ് ഫ്രണ്ട്ലി പിച്ചാണ്. അതുകൂടാതെ ഹൈ സ്കോറിംഗ് ക്ലാഷസ് വരുന്ന ഒരുപാട് മത്സരങ്ങൾ ഹൈ സ്കോറിംഗ് ക്ലാഷസ് വരുന്ന ഒരു മത്സരങ്ങളാണ് ഈ ഒരു പിച്ചിലൂടെ ഉണ്ടായിരിക്കുന്നത്. കാരണം ഷോർട്ട് ബൗണ്ടറീസ് ആണ്. അതുകൂടാതെ അത്യാവശ്യം ബാറ്റ്സ്മാൻമാർക്കൊക്കെ ഷോർട്ട് ബൗണ്ടറീസ് ആകുമ്പോൾ കൂടുതൽ സിക്സും ഫോറൊക്കെ അടിച്ച് പെട്ടെന്ന് സ്കോർ ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഹൈ ആണല്ലോ. സോ അപ്പോൾ അതുകൊണ്ടാണ് ബാറ്റിംഗ് ഫ്രണ്ട്ലി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബൗളേഴ്സ് നോക്കുന്ന സമയത്ത് ഫാസ്റ്റ് ബൗളേഴ്സിന് സ്പിന്നേഴ്സിന് ഈക്വൽ അഡ്വാൻറ്റേജ് ആണ്. രണ്ടുപേർക്കും ഇന്നാൾക്ക് ഇത്രയും കൂടുതലൊന്നുമില്ല. രണ്ടുപേർക്ക് ഈക്വൽ അഡ്വാൻറ്റേജ് ആണ്. ബട്ട് കൂടുതൽ വിക്കറ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ കൂടുതലും തീർച്ചയായിട്ടും ഫാസ്റ്റ് ബൗളേഴ്സൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ആ ഒരു രീതിയിൽ ടീം ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അവിടുത്തെ ഇപ്പോഴത്തെ താപനില എന്ന് പറയുന്നത് 32 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ഈവനിങ് ഒക്കെ ആകുമ്പോൾ ഒരു 42 ഒക്കെ ആവുന്നതാണ്. 26 ഒക്കെ ആവുന്നതാണ് ഞാൻ പറയുന്നത്. എൻ്റെ ജില്ല പാലക്കാടാണ്. ഇവിടെ 40 ഡിഗ്രി ആയിട്ടോ. അപ്പം നിങ്ങളുടെ അവിടെയൊക്കെ എത്ര ആയി എന്നൊന്ന് കമൻറ്റ് ചെയ്യണം. എനിക്കൊന്ന് അറിയാനുള്ളൊരു ആകാംക്ഷ ഉണ്ട്. AC ഇടാണ്ട് ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല. രാത്രി 8 മണിയാണ് സമയം. AC ഇടാതെ ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഞാൻ വേർത്ത് കുളിച്ച് ഞാൻ വേറെ ലെവലാണ് വീഡിയോ എടുത്ത് തീരുമ്പോഴേക്കും. ഈ ഒരു 10-15 മിനിറ്റ് നോൺ സ്റ്റോപ്പ് ടോക്കിംഗ് ഒന്നും നടക്കത്തില്ല. അപ്പോൾ ഈ ഒരു പിച്ചിൽ നടന്ന കുറച്ച് മത്സരങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്കൊന്ന് നോക്കാം. ഇതിന് മുന്നേ നടന്ന മത്സരങ്ങൾ നോക്കുന്ന സമയത്ത് RCB ആണെങ്കിൽ 2 മത്സരങ്ങൾ ഒരു മത്സരം വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അഗെയിൻസ്റ്റ് CSKയുടെ കൂടെയും പിന്നെ റീസെൻ്റ് ആയിട്ട് നടന്ന ലാസ്റ്റ് ഒരു മത്സരമാണ്. അത് എനിക്ക് ക്ലിയർ ആയിട്ട് ഓർമ്മയില്ല. ബട്ട് ആ ഒരു മത്സരം നല്ല രീതിയിൽ RCB വിൻ ചെയ്യുകയാണ് ചെയ്തത്. ഏകദേശം ഒരു 19ാമത്തെ ഓവറിൽ 4 ബോൾ ബാക്കി നിൽക്കുകയാണ് വിൻ ചെയ്തത്. 6 വിക്കറ്റിനാണ് വിൻ ചെയ്തത്. 4 വിക്കറ്റ് പോയിട്ടുണ്ടായിരുന്നുള്ളൂ. ആരുടെ പോണെന്ന് മാത്രം ഓർമ്മയില്ല. അത് പെട്ടെന്നുള്ള ഒരു എന്തുകൊണ്ടാണ്. പിന്നെ KKR നോക്കുന്ന സമയത്ത് KKR വേഴ്സസ് SR തമ്മിൽ നടന്നൊരു മത്സരമാണ്. 3:30 നടന്ന മത്സരമാണ്. അതിൽ KKR ആണ് വിൻ ആയിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ RCBയുടെ 2 മത്സരങ്ങളൊന്നും ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ കൂടെ അത് തോൽക്കായിരുന്നു ചെയ്തത്. ലാസ്റ്റ് പെർഫോമൻസ് നമ്മുടെ കോഹ്ലിയൊക്കെ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു മത്സരമായിരുന്നു. RCB അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഒന്ന് ഫോമായിട്ട് വരുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. റീസെൻ്റ് ഈ ഒരു പിച്ചിൽ നടന്ന കുറച്ച് വെന്യൂ റെക്കോർഡ്സും ബാറ്റിംഗ് ഫ്രണ്ട്ലി ആണോ ബോളിംഗ് ഫ്രണ്ട്ലി ആണോ ഫസ്റ്റ് ബാറ്റിംഗ് ആണോ സെക്കൻഡ് ബാറ്റിംഗ് ആണോ നമുക്ക് നോക്കാം. IPL മത്സരങ്ങൾ ഇവിടെ ഏകദേശം 89 മത്സരങ്ങളാണ് നടന്നില്ല. ഫസ്റ്റ് ബാറ്റിംഗ് വിൻ ചെയ്തുള്ള 37 എണ്ണവും സെക്കൻഡ് ബാറ്റിംഗ് വിൻ ചെയ്തുള്ള 48 എണ്ണമാണ്. ഏറ്റവും കൂടുതൽ വിൻ ചെയ്യുന്നത് സെക്കൻഡ് ബാറ്റിംഗ് ആണ്. നോട്ട് ദ പോയിന്റ്. ഓക്കെ, ഏകദേശം 48 ടോസ് വിന്നിങ് ടോസ് ഇട്ടിട്ട് വിന്നായിട്ടുണ്ട് പറഞ്ഞവരൊക്കെ. അതിൽ 48 എണ്ണം വിന്നായിട്ടുണ്ട്, 37 എണ്ണം ലോസ് ആയിട്ടുണ്ട്. അതാണ് നോ റിസൾട്ട് 4 എണ്ണം. അതൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ആവറേജ് സ്കോർ 141 ഒക്കെയാണ് പറയുന്നത്. എന്തായാലും 150 എബോ കൺഫേം ആണ് കേട്ടോ. ഈ ടീമുകളും അത്യാവശ്യം സ്ട്രോങ് ആണ്. 150 എബോ തീർച്ചയായിട്ടും വരും. അതുപോലെ തന്നെ സെക്കൻഡ് ഇന്നിങ്സ് 136 എന്നൊക്കെ പറയും. കൂടുതലും 150 എബോ കൺഫേം ആണ് ആ ഒരു കാര്യം. പിന്നെ അത് കൂടാതെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാസ്റ്റ് ബോളേഴ്സിനും സ്പിന്നേഴ്സിനൊക്കെ മെയിൻ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഒരു ടീമിൽ ഒരു സ്പിന്നറിനെ എടുത്താൽ അപ്പുറത്തെ ടീമിൽ നിന്ന് ഒരു സ്പിന്നർ എടുക്കുക. അല്ലെങ്കിൽ ഒരു ടീമിൽ നിന്ന് മാത്രം അതിരിക്കുക. പിന്നെ അതുകൂടാതെ എനിക്ക് പറയാനുള്ളത് ഒരു അഡീഷണൽ ടിപ്പാണ്. അത് ഞാൻ ടീം ക്രിയേറ്റ് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് 2-3 ആപ്ലിക്കേഷൻസ് പരിചയപ്പെടുത്തരാം. തീർച്ചയായിട്ടും യൂസ്ഫുൾ ആകുന്ന ഒരു കിഡിലൻ ആപ്ലിക്കേഷൻസ് ആണ് ഇതൊക്കെ. ആദ്യം തന്നെ പറയാനുള്ള കുബേര ഫാൻറ്റസി എന്ന് പറഞ്ഞൊരു കിഡിലിന് ആപ്ലിക്കേഷനെ പറ്റിയാണ്. ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി പറയുന്ന സമയത്ത് ഇവിടെ ഡ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഈ ഡ്യൂ ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഏകദേശം 5 പ്ലേയേഴ്സ് ഉണ്ട്. ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ആരാണോ അവരെ നമ്മൾ ഈസി ആയിട്ട് പിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ നമുക്ക് ഇവിടെ ഋഷഭ് പന്ത്, വാർണർ, മിച്ചൽ മാർഷ്, ട്രെന്റ് ബോൾട്ട്, ചഹാൽ എന്നൊക്കെ കാണാമല്ലോ. ഇതിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ഉള്ളത് ഇപ്പോൾ നമ്മുടെ ഓപ്പോണന്റ് ഡേവിഡ് വാർണറാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമുക്കത് മാറ്റി മിച്ചൽ മാർഷാണ്. ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്ന മിച്ചൽ മാർഷും ഓപ്പോണന്റ് ഡേവിഡ് വാർണറിനെ പറഞ്ഞത് മിച്ചൽ മാർഷാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് എടുത്തത് വെച്ചാൽ ഈസി ആയിട്ട് വിന്നാവും. അപ്പോൾ ഇതുപോലെ ഒരുപാട് കോൺടെസ്റ്റുകളുണ്ട്. നിങ്ങളെ എൻട്രി നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന എൻട്രി അനുസരിച്ചിട്ട് അത്രയും പൈസ 50,000-60,000 രൂപ വരെയുള്ള വിന്നാവുന്ന തരത്തിലുള്ള കോൺടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുകൂടാതെ നോർമൽ ഡ്രീം ലെവലിൽ കാണപ്പെടുന്ന നോർമൽ കോൺടെസ്റ്റുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഈ നെറ്റ് എപ്പോഴും ഷോ കേട്ടോ. നമുക്ക് നമ്മുടെ ജിയോനെ നോക്കാം. ഇപ്പോൾ നമ്മുടെ നോർമൽ ഡ്രീം ലെവലിൽ കാണപ്പെടുന്ന, അതായത് ഡ്രീം ലെവലിൽ 299 രൂപ കൊടുത്ത് ജോയിൻ ചെയ്യുന്ന കോൺടെസ്റ്റ് ഇവിടെ വന്നതിന് വെറും 260 രൂപയ്ക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു കിഡിലൻ ട്രിക്കാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.
അപ്പോൾ ആടുജീവിതം കണ്ട, ആടുജീവിതം കുഴപ്പമില്ല കേട്ടോ. മോഹൻലാൽ അല്ല സോറി പൃഥ്വിരാജിൻ്റെ ആക്ടിങ് അടിപൊളിയാണ്. ഇതിൻ്റെ ആഡിൻ്റെ അടിയിൽ കൂടെ തന്നെ ആഡ് ആയിക്കോട്ടെ. ഞാൻ പെട്ടെന്ന് ആഡെന്ന് ഇങ്ങനെ എന്തോ വായിൽ വന്നപ്പോൾ ആടുജീവിതത്തിൻ്റെ കഥ പെട്ടെന്ന് വന്നതാണ്. അപ്പോൾ ആടുജീവിതം പൃഥ്വിരാജിൻ്റെ ആക്ടിങ് കാണാൻ വേണ്ടി പോവാട്ടോ. ഒരു റിയൽ സ്റ്റോറി ആയതുകൊണ്ട് ഭയങ്കര സൂപ്പറായിട്ടുണ്ട്, നല്ല രീതിയിൽ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കാണാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ ഏകദേശം ഒരുപാട് കോണ്ടസ്റ്റുകൾ നല്ല രീതിയിൽ എൻട്രി ഫീസ് കുറച്ചിട്ടാണ് നമ്മുടെ കുബേര ഫാൻറ്റസിയിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വിഷനിലോ നോക്കുന്ന സമയത്തും ഒരുപാട് വെറൈറ്റി ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കോണ്ടസ്റ്റുകളുണ്ട്. അതൊന്നും കൂടാതെ ഇവിടെ GST നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുട്ട് മെഗാ ക്രോസ്, അതായത് GL ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് അഫോർഡബിൾ ആയാലും അത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. നിങ്ങൾ എന്തായാലും നമ്മുടെ ഡ്രീം ലെവലിനെക്കാട്ടിലും കൂടുതൽ പ്രൈസ് ഇവിടെ കിട്ടും. എൻട്രി ഫീസും കുറവാണ്, കൂടുതൽ പ്രൈസും കിട്ടും ഫസ്റ്റ് വന്നതിന്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് തരം ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് കോണ്ടസ്റ്റുകളുണ്ട്. ഏകദേശം 50,000 രൂപ വരെ H2 കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് അഫോർഡബിൾ ആയിട്ടുള്ള ആ ഒരു എമൗണ്ടിൽ കളിക്കാം. 4-6 രൂപയ്ക്കൊക്കെ H4 H3യും H4 ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ഇത് ഡ്രീം ലെവൽ വിഷൻ ലെവലിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ സ്പോർട്ടെക്സി എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടാണെങ്കിൽ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ട മറ്റൊരു കിഡിലൻ ആപ്ലിക്കേഷനാണ്. ഓപ്പൺ ആവണില്ല, അതാണ് അതെൻ്റെ ഫോണിൻ്റെ കുഴപ്പം കേട്ടോ. ഇത് കുറച്ച് കാലങ്ങളായി, അപ്പം അതുകൊണ്ടാണ്. നല്ല കിഡിലൻ ആപ്ലിക്കേഷനാണ്. അത് ഇൻ്റർഫേസ് ഓപ്പൺ ആവില്ല. അതുപോലെ തന്നെ നമ്മൾ ചോയ്സ് ലെവൻ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്താണ് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യേണ്ട ഒരു ആപ്ലിക്കേഷനാണ് നമ്മുടെ ചോയ്സ് ലെവൻ. ഇതിലും ഒരുപാട് തരം ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഈസി ആയിട്ട് വിൻ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് വെറൈറ്റി കോണ്ടസ്റ്റുകൾ നമ്മുടെ ചോയ്സ് ഇലവനുണ്ട്. അതുപോലെ തന്നെ സ്പോർട്ടെക്സിയുടെ കാര്യം പറഞ്ഞല്ലോ, തീർച്ചയായിട്ടും ട്രൈ ചെയ്യാത്തതാണെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ലോഗൗട്ട് ആയിരിക്കണം. അപ്പോൾ അതെന്തായാലും ലോഗൗട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷനാണ് നമ്മുടെ കുബേര, വിഷൻ 11, ചോയ്സ് 11. ഇതിലൊക്കെ ഒരു മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എൻട്രി ഫീസ് കുറവാണ്, ഈസി ടു വിൻ ആണ്. ഇതാണ് എനിക്ക് പറയാനുള്ള 2 കാര്യങ്ങൾ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അപ്പം തന്നെ ഡിലീറ്റ് ചെയ്യുക. നിങ്ങളുടെ നമ്പറും ഇമെയിലും മാത്രം കൊടുത്ത് ലോഗിൻ ചെയ്താൽ മതി. പിന്നെ പാൻ കാർഡൊക്കെ ചെയ്യണത് നിങ്ങൾക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ മാത്രം പാൻ കാർഡൊക്കെ കൊടുത്ത് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ പ്രോബബിലി പ്ലേയിങ് 11 നോക്കാം. അപ്പോൾ നമ്മുടെ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരിൽ നോക്കിക്കഴിഞ്ഞ സമയത്ത് ഫാഫ് ഡുപ്ലിസി, വിരാട് കോഹ്ലി, രാജിത് പടിദാർ, അതുകൂടാതെ നമ്മുടെ ക്ലൻ മാക്സ്വെൽ, കാമറോൺ ഗ്രീൻ, ദിനേശ് കാർത്തിക്, അഞ്ജു റാവട്ട്, മായങ്ക് ഡങ്കർ, അതുകൂടാതെ അൽസാരി ജോസഫ്, മുഹമ്മദ് സിരാജ്, യാഷ് ടയാൽ. ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് മാഫിൽ ലൂമറാണ് വരാൻ ചാൻസ് ഉള്ളത്. കാരണം ബാറ്റിംഗ് പ്ലസ് ബൗളിംഗ് ഉണ്ട്, പക്ഷേ ബൗളിംഗ് ഒന്നും ചെയ്യുന്നത് കണ്ടിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫിലിപ്പ് സാൾട്ട്, കൂടാതെ സുനിൽ നാരായൺ, വെങ്കടേഷ് അയ്യർ, ശ്രേയസ് അയ്യർ, നിതീഷ് റാണ, റമദീപ് സിംഗ്, അതുകൂടാതെ നമ്മുടെ റിങ്കു സിംഗ്. ഒരേ പേരുകൾ, വെങ്കടേഷ് അയ്യർ, ശ്രേയസ് അയ്യർ, റമദീപ് സിംഗ്, റിങ്കു സിംഗ്, ആൻഡ്രേ റസൽ, മിച്ചൽ സ്റ്റാർക്ക്, അതുകൂടാതെ നമ്മുടെ ഹർഷിത് റാണ, വരുൺ ചക്രവർത്തി. ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് സുയാഷ് ശർമ്മയായിരിക്കും വരാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ ഇത്രയാണ് പറയാനുള്ള പ്രോബബിലി പ്ലേയിങ്. ഇനി കുറച്ച് ടിപ്സ് കാര്യങ്ങളൊക്കെ ഞാൻ തരാം. നമ്മുടെ RCB വേഴ്സസ് KKR മത്സരത്തിൽ കുറച്ച് ബെസ്റ്റ് പ്ലെയർ ആവാൻ ചാൻസ് ഉള്ള കുറച്ച് പ്ലെയേഴ്സും ക്യാപ്റ്റൻസി കൊടുക്കാൻ പറ്റുന്ന കുറച്ച് പ്ലെയേഴ്സിനെ ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം. റീസെൻ്റായിട്ട് നമ്മുടെ കോഹ്ലിയുടെ ഒരു പെർഫോമൻസ് കണ്ടല്ലോ, അത്യാവശ്യം നല്ല രീതിക്കുള്ള ഒരു ഇന്നിങ്സ് ആയിരുന്നു. തീർച്ചയായിട്ടും അദ്ദേഹം നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ ഇന്നത്തെ മത്സരം നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ബാറ്റിംഗ് ആണെങ്കിൽ സെക്കൻഡ് ബാറ്റിംഗ് ആണെങ്കിലും അത്യാവശ്യം നല്ല റൺസ് സ്കോർ ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതുകൂടാതെ പ്രോബബ്ലി ബെസ്റ്റ് ബോളറായിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത് സുനിൽ നാരായണാണ്. കഴിഞ്ഞ മത്സരം ഫസ്റ്റ് ഓപ്പണിംഗ് ബാറ്റിംഗ് വന്നിട്ട് റൺഔട്ടിൽ മൂഞ്ചി പോയ ഒരാളാണ്. സോ ഈ ഒരു മത്സരം നന്നായി കളിക്കുന്നുള്ള ഒരു കാര്യത്തിൽ ഉറപ്പാണ്. അതുകൂടാതെ സ്പിന്നിങ് കുറച്ച് ഈ ഒരു പിച്ചിൽ ചില സമയങ്ങളിൽ സെക്കൻഡ് ഇന്നിങ്സ് ആണെങ്കിൽ, അതായത് കൊൽക്കത്തയ്ക്ക് ഫസ്റ്റ് ബാറ്റിംഗ് ആണെങ്കിൽ സുനിൽ നാരായൺ ഈസ് എ ബെറ്റർ വൈസ് ക്യാപ്റ്റൻ ഓപ്ഷൻ. ബിക്കോസ് പുള്ളി ബാറ്റിംഗ് ഫസ്റ്റ് ഇന്നിങ്സ്, അത് കൂടാതെ മിഡിൽ ഓവേഴ്സിൽ ബൗളിംഗ് വരും. അതായത് ഈ ഒരു 6 ഓവർ ടു 15 ഓവറിനുള്ളിൽ ഈ പുള്ളിക്ക് 3 ഓവർ വരെ കിട്ടും. ഈ 3 ഓവറിനകത്ത് നമ്മുടെ മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻമാരായ ചിലപ്പോൾ കോഹ്ലിയാ, കോഹ്ലി ചിലപ്പോൾ പോയിട്ടുണ്ടാവില്ല. പിന്നെ നമ്മുടെ മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻ പറഞ്ഞു കഴിഞ്ഞാൽ പടിദാർ, ഗ്ലെൻ മാക്സ്വെൽ, കാമറോൺ ഗ്രീൻ, ഇങ്ങനെയുള്ളവരൊക്കെ ഔട്ട് ആവാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ അതെന്തായാലും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. സുനിൽ നാരായൺ ബെറ്റർ വൈസ് ക്യാപ്റ്റൻ ഓപ്ഷൻ ഫസ്റ്റ് ബാറ്റിംഗ് കൊൽക്കത്തയ്ക്കാണെങ്കിൽ. പിന്നെ കുറച്ച് സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ പറയാം. മോസ്റ്റ് വിക്കറ്റ്സ് ടേക്ക് ചെയ്തിട്ട് ഹർഷിത് റാണയാണ് റീസെൻ്റ് ആയിട്ട്. ഒരു മത്സരം കളിച്ചാൽ 3 വിക്കറ്റ്സ് ആണ് എടുത്തിട്ടുള്ളത്. യാഷ് ടയാൽ 2 വിക്കറ്റ് എടുത്തിട്ട് 2 മത്സരം കളിച്ചിട്ടാണ്. മുഹമ്മദ് സിരാജ് 2 മത്സരം കളിച്ച് 2 വിക്കറ്റ്സ് എടുത്തിട്ടുണ്ട്. ക്ലൻ മാക്സ്വെൽ 2 മത്സരം കളിച്ച് 2 വിക്കറ്റ്സ് എടുത്തിട്ടുണ്ട്. കാമറോൺ ഗ്രീൻ 2 മത്സരം കളിച്ച് 2 വിക്കറ്റ്സ് എടുത്തിട്ടുണ്ട്. ഒരു മത്സരം കളിച്ച് 2 വിക്കറ്റ് എടുത്തിട്ട് ആൻഡ്രേ റസലാണ് അടുത്തതായിട്ടുള്ളത്. അതുപോലെ തന്നെ മോസ്റ്റ് റൺസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വിരാട് കോഹ്ലി തന്നെയാണ് 98 റൺസ് 2 മത്സരം കളിച്ചിട്ടാണ്. അതുപോലെ തന്നെ ദിനേശ് കാർത്തിക് 2 മത്സരം കളിച്ച് 66 റൺസും ആൻഡ്രേ റസൽ 1 മത്സരം കളിച്ച് 64 റൺസുമാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അഞ്ജു റാവട്ട് 2
മത്സരം കളിച്ച് 54 റൺസാണ് 59 റൺസാണ് എടുത്തുള്ളത്. ഫിലിപ്സ് ആട്ടോ ഒരു മത്സരം കളിച്ച് 54 റൺസും ഫാഫ് ഡുപ്ലിസി 2 മത്സരം കളിച്ച് 38 റൺസുമാണ് എടുത്തിരിക്കുന്നത്. ക്യാപ്റ്റൻസി പിക്ക് നമ്മുടെ ആൻഡ്രെ റസൽ ഇറ്റ്സ് എ ഗുഡ് ഓപ്ഷൻ ബിക്കോസ് റീസെന്റ് കഴിഞ്ഞൊരു ഡെത്ത് ഓവേഴ്സിന്റെ ആ ഒരു ഘട്ടങ്ങളിലൊക്കെ നമ്മുടെ കൂടുതലായി ബോൾ ചെയ്തത് നമ്മുടെ റസലാണ്. സോ ആ ഒരു പുള്ളിക്കാരൻ തീർച്ചയായിട്ടും വിക്കറ്റ്സ് എടുക്കുന്ന കാര്യം ഷുവറാണ്. അവിടെ ബാറ്റിംഗ് നല്ലൊരു രീതി കാഴ്ചവെക്കാൻ ചാൻസ് ഉണ്ട്. കാരണം എന്തായാലും ഇപ്പോൾ ഫസ്റ്റ് ഇന്നിങ്സ് ആയാലും പോട്ടെ, സെക്കൻഡ് ഇന്നിങ്സ് ആയാലും പോട്ടെ, ലോ ഓർഡറാണ് വരുന്നത്. സോ മാക്സിമം റൺസ് സ്കോർ ചെയ്യാൻ വേണ്ടിയായിരിക്കും അദ്ദേഹത്തെ ഇറക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും RCB ആയതുകൊണ്ട് അത്യാവശ്യം നല്ല റൺസ് സ്കോർ ചെയ്യാൻ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും റസലിന് ബാറ്റിംഗ് കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഹൈയാണ്. അപ്പോൾ ആ ഒരു രീതി വെച്ച് നോക്കുമ്പോൾ നമ്മുടെ റസൽ ഒരു നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അത് കൂടാതെ ഇപ്പോൾ വേറൊരു ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ അദ്ദേഹം ബോളിംഗ് കൂടെ ചെയ്യുന്നതുകൊണ്ട് ഡ്യുവൽ അഡ്വാൻറ്റേജ് ആണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വിരാട് കോഹ്ലി ആണെങ്കിൽ റീസെൻ്റ് ആയിട്ട് അത്യാവശ്യം നല്ല രീതിയിലാണ് പെർഫോം ചെയ്യുന്നത്. കഴിഞ്ഞ മത്സരം നമ്മുടെ എഗെയിൻസ്റ്റ് പഞ്ചാബിൻ്റെ പോട്ടെ 49 ബോളിൽ 77 റൺസാണ് അദ്ദേഹം എടുത്തത്. എന്തായാലും അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ഈ ഒരു മത്സരം ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം എസ്പെഷ്യലി ബാംഗ്ലൂരാണ് പിച്ച്. സോ അവർ ബാംഗ്ലൂരിന് കുറച്ചുകൂടെ ഒരു അഡ്വാൻറ്റേജ് എന്നുള്ള കാര്യത്തിൽ ഷുവർ ആയിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ എന്തായാലും ഒന്ന് കൺസിഡർ ചെയ്യുക. നമ്മുടെ ബാംഗ്ലൂർ ഇപ്പം നമ്മുടെ ഹോം ഗ്രൗണ്ട് ഏതാണോ അവർക്ക് കുറച്ചുകൂടെ നമ്മൾ കുറച്ച് സപ്പോർട്ടായിട്ട് ഇടുന്നതായിരിക്കും നമുക്ക് ബെറ്റർ. കാരണം നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡ്രീം 11 കളിച്ച് കുറച്ച് പൈസ വിൻ ചെയ്യണം. അതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. സോ അവർക്ക് കുറച്ച് സപ്പോർട്ടായി ഇട്ടാൽ നമ്മൾ ഈസി ആയിട്ട് നമ്മൾ വിൻ ചെയ്യണമെങ്കിൽ നമുക്ക് അതല്ല നോക്കണ്ടോ. അല്ലാതെ നമ്മൾ ടീമിൻ്റെ പൈസ ഞാൻ ബാംഗ്ലൂർ ടീമാണ്, ബാംഗ്ലൂരിൻ്റെ വിരാട് കോഹ്ലി ക്യാപ്റ്റൻ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞ് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ അവിടെ നഷ്ടപ്പെടുക ചെയ്യണം. നമ്മളിതൊരു മാച്ചായിട്ട് കണ്ട് ടീമൊക്കെ ഇട്ട് സൂപ്പറായിട്ട് ആ ഒരു രീതിക്ക് വൈബായി പോകണതാണ് ഏറ്റവും ബെറ്റർ. അല്ലാതെ ചുമ്മാ അങ്ങനെ ഒരു നമ്മുടെ ടീമാണ് അങ്ങനെയാണ് പറഞ്ഞിട്ട് പൈസ ഒരു GL ഒക്കെ ഇട്ട് കളിക്കണമെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാനിങ്ങനെ പൈസ അത്യാവശ്യം നല്ല രീതിക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നവരുടെ അടുത്താണ് ആ ഒരു കാര്യം പറഞ്ഞത്. ക്ലിയർ ക്യാഷ് ഞാൻ നിങ്ങൾക്ക് പ്രിവ്യൂ ടീം പറഞ്ഞു തരാൻ വേണ്ടി ഡ്രീം 11 ഓപ്പൺ ചെയ്യുമ്പോൾ ഡ്രീം 11 ഇങ്ങനെ കാണിക്കുന്ന ഒരു പരിപാടി ഇത് ഈസ് എ ബ്ലഡി ചീപ്പ് ഏർപ്പാട്. ഓക്കെ ഗൈസ്, ഇതെൻ്റെ കുഴപ്പമില്ല കേട്ടോ. ഇത് ഡ്രീം 11 ഓപ്പൺ ആവാത്തതാണ്. ഞാനിപ്പോൾ എന്തായാലും കുബേര വല്ലതും എടുത്തിട്ട് നിങ്ങൾക്ക് പ്രിവ്യൂ ടീം ഇട്ട് തരേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഡ്രീം 11 ആകുമ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നതുകൊണ്ട് യൂസർ ഫ്രണ്ട്ലി ആയതുകൊണ്ടും ഈസി ആയിട്ട് നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ആവും എന്നുള്ളൊരു രീതിക്കാണ് ഞാനിപ്പം നമ്മുടെ ഡ്രീം 11 തന്നെ എടുത്ത് കാണിച്ചിരുന്നത്. അല്ലാതെ എനിക്ക് ആ ആപ്പ് പ്രമോട്ട് ചെയ്യാനൊന്നുമല്ല. നമ്മുടെ കുബേര എടുത്ത് കഴിഞ്ഞാൽ എല്ലാം ഷോക്കാണല്ലേ ഗൈസ്, ഭയങ്കര ഷോക്കാണ്. ഇനി തൊട്ട് ഞാൻ ഒരു കാര്യം ചെയ്യണമെന്ന് തോന്നുന്നു. അതായത് ടീം സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുന്നത് നല്ലത് തോന്നി. ഇവന്മാർ ഇങ്ങനെയൊക്കെ പറ്റിച്ചു കഴിഞ്ഞാൽ അത് സംഭവം ഒന്നുമില്ല. സമയം ഒരു 8:07 സമയം. അപ്പം അതുകൊണ്ട് എല്ലാവരും ഈ ഡ്രീമിൻ്റെ അകത്ത് ഇങ്ങനെ കുത്തിക്കയറി ഇരിക്കണോണ്ട് ഭയങ്കര ലാഗ്, അത്രയേ ഉള്ളൂ. അല്ലാതെ അതിനപ്പുറം ഒന്നുമില്ല. അപ്പം നമ്മൾ RCB വേഴ്സസ് KK ആണെന്നുള്ള മത്സരമാണ്. ടീം സെറ്റാക്കാം. ഈ മാനേജർ മോഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ കഴിഞ്ഞ സീസണിലൊക്കെ വന്നിട്ടില്ലേ, ഒരു സിമ്പിൾ സംഭവമാണ്. നമുക്കിങ്ങനെ കുറച്ച് ട്രാൻസ്ഫേഴ്സൊക്കെ ബാക്കിയുണ്ടാവും. ഇതിപ്പോൾ ടോട്ടൽ ഈ IPL മത്സരം കളിക്കുന്നപ്പോൾ ഏകദേശം 10 ടീമുണ്ട്. 10 ടീമിൽ കളിക്കുന്ന 11 പ്ലെയേഴ്സ് വെച്ച് 10 ടീമിൽ നമുക്ക് ഏകദേശം കുറേ പ്ലെയേഴ്സ് ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ നന്നായി കളിക്കുന്നുള്ളൊരു ടോട്ടൽ എല്ലാവരുടെയും പോയിന്റ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ പോയിന്റുള്ള ആരാണോ അങ്ങനെ നോക്കുന്നത്. അതായത് ഇപ്പോൾ ഏകദേശം ഒരു IPL ടോട്ടലായിട്ട് 150 പേര് കളിക്കുന്നുണ്ടെന്ന് വെച്ചോ. ആ 150 പേരിൽ നമുക്ക് 11 പേരെ സെലക്ട് ചെയ്യാം. നമ്മളെ സെലക്ട് ചെയ്യുന്ന 11 പേര് നല്ല പോയിന്റ്സ് എടുത്തു കഴിഞ്ഞാൽ അതാണ് ഈ സംഭവം മാനേജർ മോഡ്. അതിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കുന്ന ആൾക്ക് ആ ഒരു സംഭവം. ഇതെങ്ങനെ ക്ലിക്ക് ചെയ്താൽ ഈ മാനേജർ മോഡേ വരത്തുള്ളൂ? അത് ശരി. അപ്പം നമുക്ക് എന്തായാലും ഡ്രീം 11 എടുക്കാം. ഡ്രീം 11 ടീം ബനായേ. ഡ്രീം 11 കളിച്ച് പൈസ ഒന്നും ലോസ്റ്റ് ചെയ്യരുത്, ഒരു അഭ്യർത്ഥനയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും എനിക്ക് തുടർച്ചയായിട്ട് ഡ്രീം 11 അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ തരണമെന്നുണ്ട്. ടിപ്സും കാര്യങ്ങളും അതെങ്ങനെ കളിക്കണം എന്നൊക്കെ എനിക്ക് തരണമെന്നുണ്ട്. ബട്ട് ടൈമില്ല. അതാണ് ഒരു പ്രശ്നം. തീർച്ചയായിട്ടും തിരിച്ച് വരുന്നതായിരിക്കും ഗായ്സ്, കുറച്ച് ടൈം വരും. അപ്പോൾ നമ്മുടെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു ടീമിൽ നിന്ന് ഒരാൾ ആ ഒരു രീതിക്ക് നമുക്കിപ്പോൾ ചൂസ് ചെയ്യാം. അപ്പോൾ മുഹമ്മദ് സിരാജ് എടുത്തു. അപ്പോൾ അതേസമയം ഓപ്പോസിറ്റ് ടീമിൽ നിന്ന് ഒരു നല്ലൊരു ഫാസ്റ്റ് ബോളർ നമ്മുടെ സ്റ്റാർക്കിനെ എടുത്തു. അതുപോലെ തന്നെ ഓൾറൗണ്ടേഴ്സായിട്ട് നമ്മൾ ഗ്ലെൻ മാക്സ്വെലിനെ എടുത്തു. ഓപ്പോസിറ്റ് നമ്മുടെ റസലിനെ എടുത്തു. അതുപോലെ തന്നെ വിരാട് കോഹ്ലി എടുത്തു. ഓപ്പോസിറ്റ് നമുക്കിപ്പോൾ ആരെ എടുക്കുക ശ്രേയസ് അയ്യറിനെ എടുത്തു. ഓക്കെ, അതുപോലെ തന്നെ ഫിലിപ്സ് ആൾട്ടിനെ എടുത്തു. അഞ്ചു റാവട്ട് വേണ്ട, നമ്മുടെ ഫാഫ് ഡുപ്ലിസി അത്യാവശ്യം നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരാളാണ്. റിങ്കു സംഘ കളിക്കും, പക്ഷേ എനിക്കൊരു ട്രസ്റ്റ് ഇല്ല, അതുകൊണ്ടാണ്.
ഇപ്പോൾ നമ്മുടെ കാമറോൺ ഗ്രീൻ ഓപ്പോസിറ്റ് സുനിൽ നരേൻ. ഇനി ഒരാളെ എടുക്കുക. ഇപ്പം നമുക്ക് ഇരു ടീമുകളിലും 2 ഫാസ്റ്റ് ബോളേഴ്സ് ഉണ്ട്. ഇവിടെ 3 ഫാസ്റ്റ് ബോളേഴ്സ് ഉണ്ട്. ഇരു ടീമുകളിലും കറക്റ്റാണ് 2 ഫാസ്റ്റ് ബോളർ പ്ലസ് ഒരു സ്പിന്നർ. ഇവിടെ നോക്കി 2 ഫാസ്റ്റ് ബോളർ പ്ലസ് ഒരു സ്പിന്നർ. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി നമുക്ക് വേണമെങ്കിൽ ബാറ്റിങ്ങിൽ ആളെ കൊണ്ടുവരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബോളിങ്ങിൽ തന്നെ ആളെ കൊണ്ടുവരാം. അതൊക്കെ നിങ്ങളുടെ ഓപ്ഷനാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് നിങ്ങളുടെ ചോയ്സാണ്. ഇപ്പോൾ ഞാനിപ്പോൾ റിങ്കു സിങ്ങിനെ എടുത്തിട്ടു. ഓക്കെ, ടീം അപ്പോൾ അത്യാവശ്യം സ്ട്രോങ് ആയി. നമ്മുടെ കൊൽക്കത്ത 2 ടീമും സ്ട്രോങ് ആണ്. ഒരു ടീമിന് സ്ട്രോങ്, അങ്ങനെ ഒരു ടീമിന് സ്ട്രോങ് അല്ലാത്ത പരിപാടിയൊന്നുമല്ല. 2 ടീമും സ്ട്രോങ് ആണ്. ക്യാപ്റ്റൻ VC ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ, സുനിൽ നായരെ കൊടുക്കാൻ കുറച്ച് റിസ്ക് ആണ്, ബട്ട് അദ്ദേഹം കളിച്ച് കഴിഞ്ഞാൽ വേറെ ലെവലാണ്. അത്രയേ ഉള്ളൂ. സുനിൽ നായരൻ്റെയൊക്കെ ഒരു പവർ പണ്ടത്തെ മത്സരം കണ്ടവർക്കൊക്കെ മനസ്സിലാവും. ഫിലിപ്പ് സാൾ, നമ്മുടെ വിരാട് കോഹ്ലി, ഫാഫ് ഡുപ്ലിസി, ശ്രേയസ് അയ്യർ, റിങ്കു സിംഗ്, സുനിൽ നാരായൺ, ക്ലൻ മാക്സ്വെൽ, ആൻഡ്രെ റസൽ, കാമറോൺ ഗ്രീൻ, മിച്ചൽ സ്റ്റാർക്ക്, മുഹമ്മദ് സിരാജ്, ഇത്രയും പേരാണ് നമ്മുടെ ടീമിൽ. ജസ്റ്റ് ഒരു പ്രിവ്യൂ ടീം മാത്രമാണ്. ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യും. ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇതുവരെ ജോയിൻ ചെയ്യാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കയറി നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രണ്ട്സ്.